ടൂറിസ്റ്റ്, ബിസിനസ് തുടങ്ങി എല്ലാ സന്ദർശക വിസകളിലുള്ളവരും ഏപ്രിൽ 29-നകം മക്ക വിട്ടു പോകണമെന്ന് അധികൃതർ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നു. ഈ മുന്നറിയിപ്പ് അവഗണിച്ചവർക്കെതിരെ നടക്കുകയായിരുന്ന പരിശോധനകളിൽ 42 പേരെയാണ് സൗദി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം പിടിയിലായവരിൽ പലരും ഹജ്ജ് നിർവഹിക്കാൻ ശ്രമിച്ചവരായിരുന്നു. എന്തുകൊണ്ടാണ് ഈ കർശനമായ നടപടികൾ എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം ഹജ്ജ് സീസണിൽ ഹജ്ജ് വിസ ഇല്ലാതെ അനധികൃതമായി ഹജ്ജിനെത്തിയ ഒട്ടേറെ പേർക്ക് വലിയ ദുരിതങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ഇവരിൽ പലർക്കും മുൻകൂട്ടി ഒരുക്കി താമസ സൗകര്യങ്ങളോ ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. ബുക്കിംഗുകൾ ഇല്ലാത്തതിനാൽ തന്നെ ഹജ്ജ് ക്യാമ്പുകളും ലഭിച്ചില്ല. അതുകൊണ്ട് പലർക്കും തുറസായ ഇടങ്ങളിൽ പൊരിവെയിലത്ത് ആരോഗ്യ സൗകര്യങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞു തീരേണ്ടിയും വന്നു. അധികരിച്ച തിരക്ക്, ഹറമിന് ചുറ്റുമുള്ള നിയന്ത്രണങ്ങൾ, ഭക്ഷണം കിട്ടാതിരിക്കുക തുടങ്ങിയ കാരണങ്ങളാൽ ഇവരുടെ സ്ഥിതി വളരെ മോശമാവുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഒട്ടേറെ പേർക്ക് സൂര്യാഘാതമേറ്റു, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, ചിലർക്ക് ജീവനും നഷ്ടപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തവണ സൗദി അധികൃതർ അനധികൃത ഹജ്ജ് ശ്രമങ്ങൾ തടയാൻ നിയമങ്ങൾ കർശനമാക്കുകയും മക്കയിൽ പരിശോധന ശക്തമാക്കുകയും ചെയ്യുന്നത്. പ്രതിവർഷവും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനാണ് ഈ കടുത്ത നടപടി.